കരയുമ്പോൾ നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ എലോഹിം ഇവക്ക് അടുത്ത വർഷം ഈ സമയത്ത് ദൈവം ഒരു കുഞ്ഞിനെ തരും. ഈ ഹിന്ദി ഭാഷയുടെ മേൽ ഒരധികാരം ദൈവം തരും. നോർത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ അടുത്ത വർഷം ഈ സമയത്ത് പിള്ളേരെ തരാൻ പോവാ ദൈവം. രണ്ടൊക്കത്തും എടുക്കാൻ ദൈവം നിങ്ങൾക്ക് നീ ഒരു അത്ഭുതമായിട്ട് മാറാൻ പോവാ. നീ അറിയപ്പെടുന്ന ശുശ്രൂഷകയാകും. നിന്റെ ആദരത്തിന്മേൽ ഗാനം ദൈവം തരും. നിനക്ക് പാടാനുള്ള ഗിഫ്റ്റ് എന്റെ ദൈവം നിന്റെ മേൽ തരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ രണ്ട് കരങ്ങളും അടിച്ച് അന്യഭാഷ പറഞ്ഞ ദൈവത്തിന് മധ്യപ്രദേശിൽ ഒരു വലിയ ഉണർവ് നടക്കാൻ പോവാ. അതിന് ദൈവം നിങ്ങളെ മുഖാന്തരമാക്കാൻ പോവാ. അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇവക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അല്ല, എന്നോട് കർത്താവ് പറയുവാന്നല്ലോ, നിങ്ങളെ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടിയവരാ. എല്ലാരും ചവിട്ടി പുറത്താക്കി, ചത്തുപോണ്ടിയായിരുന്നു. സത്യല്ലേ? ദൈവം ആയുസ് വന്ന എതിരായിട്ട് ആൾക്കാർ നിന്ന ഇന്ന് രാവിലെ ഒരു പ്രതിസന്ധി മാറിപ്പോ. എനിക്ക് പറയാൻ പറ്റുന്നെല്ലാം മൈക്ക് കൂടെ പറയും, ബാക്കി കാതിൽ പറയും. വേണ്ട, ഇവള് ദൈവത്തെ സേവിക്കും, മൂത്തവളും ദൈവത്തെ സേവിക്കും, ഇളയവളും രണ്ടു കുഞ്ഞുങ്ങളും ദൈവത്തിന് വേണ്ടി നിൽക്കും. ഇവക്ക് അടുത്ത വർഷം ഈ സമയത്ത് ദൈവം ഒരു കുഞ്ഞിനെ തരും. ഇവിടെ കെട്ടിപ്പോ പൊട്ടിപ്പോവാ. നിന്റെ അപ്പൻ ദൈവത്തിന്റെ വേല ചെയ്യും. അച്ഛാ, നമ്മൾ ദൈവത്തിന്റെ വേല ചെയ്യാൻ പോവാ കേട്ടോ. ഞാൻ എൻ്റെ കൂടെ കൂട്ടാൻ പോവാ. നിങ്ങളെ കൈയടിച്ച് ദൈവത്തിന് സ്വോത്രം പറഞ്ഞോ. നിങ്ങളുടെ മേൽ, ഭാഷയുടെ മേൽ ഒരു അധികാരം ദൈവം നിങ്ങൾക്ക് ഇന്ന് രാവിലെ തന്നുകൊണ്ടിരിക്കുക. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാരും കൂടെ കൈയടിച്ച് പിള്ളേരെ ദൈവം തരും. ഇപ്പൊ നീ സൗഖ്യമാകാൻ പോവാന്നാ പറയുന്നത്. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ഹർമ്മമനഘടക ശബ്ദന ധിയാരക വേദപ്രഭ റികൽക്കമനഘടക സന്ദര രേതമൽപ്രഭം ശൈഡമനഘടകസിയ. നീ എടി മോളെ, നീ എന്നെ നോക്കിയ, നീ എന്നെ ആദ്യം കാണുമല്ലേ, നമ്മൾ തമ്മിൽ ആദ്യം കാണുമല്ലേ. നമ്മളെ അങ്ങനെ അറിയാവുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ കുറിച്ച് എല്ലാം യേശുവിന് അറിയാം. നമ്മുടെ വീട് ദൈവത്തിന് അറിയാം. നമ്മുടെ ചരിത്രം ദൈവത്തിന് അറിയാം. നിനക്ക് ഭയങ്കര കൺസേൺ ആയി ഇവരെ കുറിച്ച്. നീ ഇന്ന് രാവിലെ തിരിച്ചു വരാൻ പോവാ. നീ ഒരു ദൈവത്തിന്റെ മഹത്വമായി മാറാൻ പോവാ. നിന്നെ രണ്ടൊക്കത്തും എടുക്കാൻ ദൈവം നിനക്ക് തലമുറയെ തരുമെന്ന ദൈവം ഇന്ന് രാവിലെ നിന്നോട് വാക്ക് പറയുക. നീ ഒരു സുവിശേഷകയാകാം. ദൈവത്തിന് വേണ്ടി നിൽക്കാം. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി. നിങ്ങളെ ബഹിഷ്കരിച്ചവണ മുൻപിൽ ദൈവത്തിന്റെ കരം എന്ന് രാവിലെ ചലിക്കാൻ പോവാ. എടി കുഞ്ഞെ, നീ മുഖം പൊത്തി കരയുമ്പോ നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ എലോഹിം ഈ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാന് കുഞ്ഞെ നിന്നോടൊരു കാര്യം പറയുക. നീ നെക്സ്റ്റ് ടൈം വരുമ്പോ നിന്റെ അപ്പൻ ഒരു ശക്തനായിട്ട് മാറും, നിന്റെ അമ്മ ഒരു ശക്തനായിട്ട് മാറും. അവർ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി. നിങ്ങളെ ഒത്തിരി പേര് പരിഹസിച്ചിട്ടുണ്ട്. അവരുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവം നിങ്ങളെ ആദരിക്കും. എന്നോട് കർത്താവ് പറയുക, മോളെ, അതൊരു ദൈവത്തിന്, നമ്മൾ തമ്മിൽ ആദ്യം കാണുകയല്ലേ. കർത്താവ് എന്നോട് പറയുക, അവിടെ എതിരുള്ള സ്ഥലം,
നിങ്ങളെ ആത്മികമായി വിടാൻ സമ്മതിക്കത്തില്ല, മുന്നേറാൻ സമ്മതിക്കത്തില്ല. അടുത്തൊരു മൂവിങ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ഒരുമിച്ച് ചേർന്ന ദൈവത്തിന് ഇന്ന് രാവിലെ ഒന്ന് മഹത്വം കൊടുത്ത് ആ രണ്ട് കൈകളും അടിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഈ രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ദൈവാസനെ വേല നിർത്തരുത്, അവസാനിപ്പിക്കല്ലേ. എല്ലാം നിർത്തി വീട്ടിൽ ഇരിക്കാനുള്ള പ്ലാനാ, ഒന്നും വേണ്ട കേട്ടോ, ഒന്നും നിർത്തണ്ട. നമ്മൾ ഏറ്റെടുക്കാൻ പോവാ, നമ്മളെ നോർത്ത് ഇന്ത്യ പോകാൻ തുടങ്ങുക, വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോവാ. നിങ്ങൾ അതിന്റെ തുടക്കമായി ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആരാധനക്ക് നിങ്ങളെ കൊണ്ടുവന്ന കൈയടിച്ച്